ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്സിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തിൻ്റെ നേതാവായിരുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി അല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഈവൻ മരണത്തിൽ പോലും അദ്ദേഹം പാലിച്ചിരുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ആശയമുണ്ട്. എന്താണത്? സത്യസന്ധത അല്ലേ, ഹോണസ്റ്റി. അതുപോലെ ഒരു ബിസിനസിന്റെ അക്കൗണ്ടന്റും അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുമ്പോൾ ഏതൊക്കെ ആശയങ്ങളാണ് പാലിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ. അതായത് ഒത്തിരി കൺസെപ്റ്റ്സ് ഉണ്ട് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. അതിൽ ആദ്യത്തെ ഒരു ആശയമാണ് മിസ് ഇന്ന് പഠിപ്പിക്കുന്നത്. എന്താണ് ആ ആശയം? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നത്? അതായത് ബിസിനസ് നടത്തുന്ന വ്യക്തിയും ബിസിനസ്സിനെയും രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ ലോ പ്രകാരം കണക്കാക്കുന്നത്. ഈ ഒരു ആശയത്തെയാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ബിസിനസ്സിലേക്ക് കൊടുത്തിട്ടുണ്ടോ? ചിലപ്പോൾ കാശായിരിക്കാം, എൻ്റെ സമ്പത്തായിരിക്കാം, എൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കാം. അങ്ങനെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അത് നാളൊരിക്കൽ എനിക്ക് തിരിച്ചു തരേണ്ടതായ ഉത്തരവാദിത്തം ബിസിനസ്സിനുണ്ട്. അതുപോലെ തന്നെ ഒരു ഓണറായ ഞാൻ ബിസിനസ്സിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ അത് നാളൊരിക്കൽ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ബാധ്യത എനിക്കുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? രണ്ട് വ്യക്തികളാ വരുന്നത്. ടു ലീഗൽ പേഴ്സൺസ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ ബിസിനസ്സിനെയും ബിസിനസ് നടത്തുന്ന വ്യക്തികളെയും സെപ്പറേറ്റ് ആയി രണ്ട് വ്യക്തികളായി കാണുന്ന ഈ ഒരു ആശയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് അഥവാ സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആശയം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്